ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി നാളായി ആ വ്യക്തി തിരിച്ചു ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അത്രത്തോളം സ്നേഹം തോന്നുന്നില്ല നിങ്ങൾക്ക്. നിങ്ങളോടൊരു അട്രാക്ഷൻ കുറഞ്ഞു എന്നുള്ള ഫീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അട്രാക്ഷൻ കൂട്ടാനുള്ള കുറച്ച് രഹസ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തുടർന്ന് വരുന്ന കുറേ വീഡിയോസിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക, ഇത്തരത്തിലുള്ള നോളജ് ആവശ്യമുള്ള ആളുകൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്ലിപ്പ് ദ പവർ ഡൈനാമിക് എന്ന് പറയുന്ന സീക്രട്ടാണ്. ഇതെങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വ്യക്തിക്ക് ചലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവിടെ ചേസിങ് ഉണ്ടാവുക, ഒരു വാല്യൂ ഉണ്ടാവുക, ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിലയും നൽകില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതെങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിലേ ആയിട്ട് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. വളരെ എളുപ്പമല്ലേ? ഒരു മെസ്സേജ് വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യുക. കോൾ വരുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക, എന്താണെന്ന് ചോദിക്കുക. ഓക്കെ, അപ്പോൾ റിപ്ലൈ ഡിലേ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പേഴ്സണൽ സ്പേസ് എന്നുള്ളതാണ്. എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് എൻഗേജ്ഡ് ആവുക. ആ ഒരു സ്പേസ് എപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വാല്യൂ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് സീക്കിംഗ് കൺസ്റ്റന്റ് വാലിഡേഷൻ എന്നുള്ളതാണ്. അഥവാ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക. അഥവാ എന്തെങ്കിലും അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്, അപ്രൂവലിന് വേണ്ടിയിട്ട് ഓക്കെ ആണോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, ആക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് തീരെ വില ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയാനുള്ളത്. ഇനിയും ഈ റീഇഗ്നൈറ്റ് അട്രാക്ഷൻ എന്ന് പറയുന്ന 4 പാർട്ട് വീഡിയോസ് കൂടി വരുന്നുണ്ട്, പാർട്ട് 1, പാർട്ട് 2 പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ പാർട്ടാണ്. ബാക്കി പാർട്സ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. മോർണിംഗ് ഒരു 5 മിനിറ്റ്സ്, നൈറ്റ് ഒരു 5 മിനിറ്റ്സ് യൂസ് ചെയ്താൽ മതി, അവർ ചേസ് ചെയ്തോളും. അത് വേണ്ട ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, അയച്ചു തരാം. താങ്ക്